ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ മനോഹരമായൊരു ഫൈറ്റ് വേറെ നമുക്ക് നടത്താനില്ല, അല്ലേ? സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക. നിങ്ങളുടെ ശത്രുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നൊരു നിങ്ങളുടെ ചിരിച്ച മുഖമാണ്, അല്ലേ? രണ്ട് കൂട്ടരെ വെടിവെച്ച് കൊള്ളണം. ഒന്ന് നാട്ടുകാർ, പിന്നെ ബന്ധുക്കൾ. ഇന്ന് വന്ന ബന്ധുക്കളല്ല, ഇന്ന് വരാത്തവൻ. ഇന്ന് വന്ന് അവര് വെക്കലേ വരണ്ടായിരുന്നു. ഇത് കേൾക്കാറ് ചിരിച്ച മുഖം, ചിരിച്ച് സന്തോഷിച്ച് കാണിച്ചു കൊടുക്കണം. ഡിസ്പൈറ്റ് ഓഫ് ഓൾ ഓഡ്സ്. നമുക്ക് എല്ലാവർക്കും സെറ്റ് ബാക്ക് ഉണ്ടാവും. ടേക്ക് സെറ്റ് ബാക്ക് ആസ് എ സെറ്റ് ഫോർ കം ബാക്ക്. നിങ്ങൾ എത്ര സ്ഥലങ്ങൾ, ഞാനും ക്ലാസ് എടുക്കാൻ പോകുന്നത്, എൻ്റെ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. ഈ അസുഖം എന്ന് പറഞ്ഞുകൂടാ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ 35 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നിട്ട് അമ്മ, ആ മോനുണ്ടായതിനു ശേഷം 22 വർഷമായിട്ട് ആ അമ്മയുടെ ജീവിതം അതാ. വണ്ടി ഓടിച്ചു വരുന്നു, മോനെ ഇരുത്ത്. അവന് അസുഖമുണ്ട്. അസുഖമല്ല അത്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ദൈവം കൊടുത്ത വ്യത്യസ്തമായ കഴിവ് അത്രേ. പക്ഷെ എന്താണെന്ന് പറയുക, അങ്ങനെ ഇരുന്ന് തിരിച്ചു പോകുന്നു. എല്ലാ ദിവസവും അമ്മയുടെ ജീവിതം അവിടെയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? ഒരു സങ്കടമില്ല സാറേ, അവനെ എനിക്ക് തന്നെ ദൈവം തന്നല്ലോ. നോക്കൂ അമ്മ, അതാണ് മോട്ടിവേഷൻ. അവരുടെ മുമ്പിൽ നമ്മളൊന്നും മോട്ടിവേഷൻ അല്ല. 30, 20 ഇത്ര വർഷമായിട്ട് അമ്മ കൊണ്ട് കിടക്കുക. എത്ര പേരുണ്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവരും സന്തോഷിക്കുന്നില്ല, എല്ലാവരും സന്തോഷിക്കുന്നില്ലേ? ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയി, നമ്മളൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ? നമ്മൾ ആ സമയത്ത് തകർന്നു പോയതല്ലേ? പിന്നെയും നമ്മൾ തിരിച്ചു പിടിച്ചില്ലേ ജീവിതത്തെ? നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കണം. പണ്ടൊരു ക്ലാസ്സിൽ ഞാനിങ്ങനെ തമാശകൾ പറയുന്നു, എല്ലാവരും ചിരിക്കുന്നു, ഒരു സ്ത്രീ ചിരിക്കുന്നേ ഇല്ല, ചിരിക്കുന്നില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത വരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവരെ ഹസ്ബൻഡ് മരിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ഹസ്ബൻഡ് മരിച്ചു. ഞാനാണെങ്കിൽ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ കഥകളായി പറയും. അവർക്കാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവർ ഫീഡ്ബാക്കിന് എഴുന്നേറ്റ് വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്നെ ചീത്ത പറയാനാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? താങ്ക് യു, ദൈവമായിട്ടാണ് ഇയാളോട് കൊണ്ടുവന്നത്. 6 മാസം ശേഷം ഞാൻ ഇന്നാണ് ഒന്ന് ചിരിച്ചത്. ഞാൻ ചിരിക്കുന്നത് എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? നമുക്ക് ചിരിക്കണം, സന്തോഷിക്കണം, ആസ്വദിക്കണം ജീവിതം. കുറച്ചേ ഉള്ളൂ. പത്രത്തിൽ കണ്ടോ, വണ്ടി ഇപ്പുറത്ത് നിർത്തിയിട്ട് ബൈക്കിൽ ഇങ്ങനെ സിഗ്നലിൽ കാത്തു നിന്നാണ് പയ്യൻ്റെ മേലെ ബസ് വന്ന് വീണ് മരിച്ചു. ആലോചിച്ച് നോക്ക്. നമ്മളൊന്നും ചെയ്യണമെന്നില്ല, അത് സംഭവിച്ചു പോകും. ഈ നിമിഷം സത്യമാണ്. ഇപ്പം ഇരിക്കുന്ന നിമിഷം സത്യമാണ്. ഭക്ഷണമൊക്കെ മറന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്നില്ലേ കുറേ നേരം? ഈ സത്യമായ നിമിഷമാണത്. ഇവിടെ സന്തോഷിക്കാൻ പറ്റണം, സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. മത്സരിക്കാനും നെഗറ്റീവ് പറയാനും മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വേറെ പുറത്തുണ്ട്. അവരെ നോക്കണ്ട. 10-30 ആൾക്കാരെ എന്ത് പറയും നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് നടക്കുന്നത്. നമ്മളൊരു ഫോട്ടോ ഇടുമ്പോൾ നോക്കുക, അവരെന്താ പറയുക, ഇവരെന്താ പറയുക, അവരെന്താ പറയുക. ആകെ അവരെ ലിസ്റ്റ് എഴുതി നോക്കിയേ 30 ആൾ പോലും ഉണ്ടാവില്ല. അപ്പുറത്ത് ഒരു 700 കോടി ജനങ്ങളുണ്ട് നിങ്ങളെ കാണാൻ, നിങ്ങളെ വരവേൽക്കാൻ, നിങ്ങൾക്ക് കൈയടിക്കാൻ, സന്തോഷിപ്പിക്കാൻ, സന്തോഷം തരാൻ. യാത്രകൾ, മുടക്കി വെച്ച യാത്രകളൊക്കെ പുനരാരംഭിക്കുക. മുടക്കി വെച്ച സ്വപ്നങ്ങളൊക്കെ എടുത്ത് ഏത് വയസ്സിലും, 50 വയസ്സിലും 60 വയസ്സിലും ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ജീവിതം ഈ ബാക്കിയാണ്. കാലം മാറി. പണ്ടത്തെ 40 വയസ്സല്ല ഇപ്പോഴത്തെ 40 വയസ്സ്. പണ്ടത്തെ 60 വയസ്സല്ല, ഇപ്പം 60 വയസ്സ് വരെ ചെറുപ്പം. 60 മുതൽ ചെറുപ്പം കുറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വയസ്സായിട്ട് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് 20 എത്ര വയസ്സാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്? ഓക്കെ, ജീവിതം പൊളിക്കാനുള്ളതാണ്.